മധ്യമനികായ 128 ഉപക്ലേശ സൂക്ത. നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതിനെയാണ് ഉപക്ലേശം എന്ന് പറയുന്നത്. ഈ ഉപക്ലേശങ്ങളെ ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഈ തടസ്സങ്ങളെ ഒഴിവാക്കി ശരിയായിട്ടുള്ള ധ്യാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നമ്മൾക്ക് അറിയാം 5 നീവരണങ്ങൾ അല്ലെങ്കിൽ 5 ശത്രുക്കളുണ്ടെന്ന്. കാമച്ഛന്തം അല്ലെങ്കിൽ രാഗം, ദ്വേഷം അല്ലെങ്കിൽ വ്യാപാദം, ധീനമിഥ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആലസ്യം, ഉദ്ധച്ച് കുക്കുച്ച്, ഇരിക്കപ്പുറതിയില്ലായ്മ, വിചികിത്സ, സംശയം. ഇതെല്ലാം നീവരണങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് ഉപക്ലേശം എന്ന് പറയുന്നതും. അതുകൂടാതെ മറ്റനേകം ഉപക്ലേശങ്ങളുണ്ട്. അവയെ പറ്റിയിട്ടാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. അതുകൂടാതെ ഉപക്ലേശങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിനെ നോക്കരുത്, അതിനെ വീക്ഷിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ പചഹതി, അതിനെ ഉപേക്ഷിക്കണം. വന്ന ഉടനെ അതിനെ തിരിച്ചറിയണം, അതിനുശേഷം അതിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല സാധകരും അതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദ്വൈതവിദഗ്ധ സൂത്രത്തിലായാലും ശരി, അതേപോലെ തന്നെ ഈ സൂത്രത്തിലായാലും ശരി, വരുന്ന കാര്യങ്ങളെ പചഹതി, അതിനുപേക്ഷിക്കാനാണ് പറയുന്നത്. 4 ആര്യസത്യങ്ങളെയാണ് യഥാബോധ ജ്ഞാനദർശനം എന്ന് പറയുന്നത്. യഥാർത്ഥ രീതിയിലുള്ള ജ്ഞാനത്തെ ദർശിക്കൽ എന്ന് പറയുന്ന 4 ആര്യസത്യങ്ങളെയാണ്. ഈ കാര്യം നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കോസംബിയിൽ ഗോസീതിയുടെ ആശ്രമത്തിന് അടുത്തായിട്ട് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് കോസംബിയിലെ ഭിക്ഷുക്കൾ തുടർച്ചയായിട്ട് കലഹമുണ്ടാക്കുന്നു, വിവാദം ഉണ്ടാക്കുകയായിരുന്നു, തർക്കിക്കുകയായിരുന്നു, മറ്റുള്ളവരെ വാക്കുകളാൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. അതിനുശേഷം ഒരു ഭാഗത്ത് നിന്നു. എന്നിട്ട് ഭഗവാനോട് ഉള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു. എന്നിട്ട് ഇതും കൂടി കൂട്ടിച്ചേർത്തു, ബന്ദേ, ഭഗവാൻ അനുകമ്പ മൂലം ആ ഭിക്ഷുക്കളുടെ അടുത്ത് പോയാലും. അപ്പോൾ ഭഗവാൻ മൗനമായിരുന്ന് അതിന് സമ്മതിച്ചു. അതിനുശേഷം ആ ഭിക്ഷുക്കളുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, മതി, നിങ്ങൾ തർക്കിക്കരുത്. നിങ്ങളുടെ തർക്കങ്ങൾ നിർത്തുക, വിവാദങ്ങൾ നിർത്തുക, കലഹം നിർത്തുക. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഭിക്ഷു ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, നിൽക്കൂ ബന്ദേ. ധമ്മസ്വാമിയായിട്ടുള്ള ഭഗവാൻ, അദ്ദേഹം ഇതിലൊന്നും ഇടപെടാതിരിക്കട്ടെ. ഈ വർത്തമാന ജീവിതത്തിൽ സുഖകരമായിട്ട് ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം വിഹരിക്കട്ടെ. ഈ കലഹം, വിവാദം, തർക്കം ഇത് ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന് ആൾക്കാർ അറിഞ്ഞോട്ടെ. 2ാം പ്രാവശ്യവും ഭഗവാൻ ഇപ്രകാരം തന്നെ പറഞ്ഞു. 2ാം പ്രാവശ്യവും ആ ഭിക്ഷു ഇത്തരത്തിൽ തന്നെ പ്രത്യുത്തരം കൊടുത്തു. 3ാമതും ഭഗവാൻ ഇപ്രകാരം തന്നെ പറഞ്ഞു. 3ാമതും ആ ഭിക്ഷു ഇപ്രകാരം തന്നെ പ്രത്യുത്തരം കൊടുത്തു. അതിനുശേഷം ഭഗവാൻ രാവിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ്, ചീവരം അണിഞ്ഞ്, ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് കോസംബിയിൽ ഭിക്ഷാടനത്തിനായിട്ട് പ്രവേശിച്ചു. ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണശേഷം അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് തൻ്റെ താമസ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചു. അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഭിക്ഷാപാത്രവും വസ്ത്രവും എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗാഥ പാടി. ആ ഗാഥയുടെ അർത്ഥം മാത്രം ഞാൻ പറയാം. എല്ലാവരും ഒരുമിച്ച് കലഹിക്കുകയാണ്, എന്നാൽ അവർ മൂർഖന്മാരെന്ന് അവർ കരുതുന്നില്ല. സംഘം പിളരുകയാണെങ്കിലും അവർ മറ്റുള്ളവരെക്കാളും നല്ലവർ എന്ന് വിചാരിക്കുന്നു. അവർ പണ്ഡിതരാണ് എന്ന് കരുതുന്നു, പക്ഷേ അവരുടെ മുഖത്തുനിന്ന് വരുന്ന വാക്കുകളെല്ലാം മൂർഖന്മാരുടേതാണ്. അവർ എന്നെ നിന്ദിച്ചു, അവർ എന്നെ തല്ലി, അവർ എന്നെ മർദ്ദിച്ചു, അവർ എന്നെ കൊള്ളയടിച്ചു. ഏതൊരു വ്യക്തി ഈ തരത്തിലുള്ള ചിന്തകൾ തൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അവരുടെ വൈരം അല്ലെങ്കിൽ ദ്വേഷം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർ എന്നെ നിന്ദിച്ചു, അവർ എന്നെ തല്ലി, അവർ എന്നെ മർദ്ദിച്ചു, അവർ എന്നെ കൊള്ളയടിച്ചു. ഈ തരത്തിലുള്ള ചിന്തകൾ ഏതൊരു വ്യക്തി തൻ്റെ മനസ്സിൽ വയ്ക്കുന്നില്ലയോ അവരുടെ വൈരം അല്ലെങ്കിൽ ദ്വേഷം അവിടെ അവസാനിക്കുന്നു. ദ്വേഷം ഒരിക്കലും ദ്വേഷത്താൽ ശമിക്കുകയില്ല. ദ്വേഷം എപ്പോഴും സ്നേഹത്താൽ മാത്രമേ ശമിക്കുകയുള്ളൂ. ഇത് സനാതനമായിട്ടുള്ള നിയമമാണ്. മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാകുന്ന നമ്മൾ തർക്കങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് സ്വയം നിയന്ത്രിക്കണം. അംഗഭംഗം വരുത്തുന്നവർ, പ്രാണനെടുക്കുന്നവർ, പശുക്കളുടെ, കുതിരകളുടെ, ധനത്തിൻ്റെ മോഷ്ടാക്കൾ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവർ,
അവർ പോലും ഒരുമിച്ച് ഇരിക്കുന്നു. അവരും ഒരുപക്ഷെ ഒരുമിച്ച് കൂടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് ആയിക്കൂടാ? നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു മിത്രം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമാനായിട്ടുള്ള ആ സുഹൃത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുമൂലം നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. അവരോട് കൂടിയിട്ട് വളരെ സതിയോട് കൂടിയിട്ട് സന്തോഷമായിട്ട് വിചരിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമാനായിട്ടുള്ള ഒരു കൂട്ടുകാരനെ ലഭിച്ചിട്ടില്ല. ബുദ്ധിമാനായിട്ടുള്ള ഒരു കൂട്ടുകാരനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കീഴടക്കപ്പെട്ട സ്വന്തം രാജ്യം വിട്ടുപോകുന്ന രാജാവിനെ പോലെ കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ആനയെപ്പോലെ നിങ്ങൾ വിചരിക്കുക. കാട്ടിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് പോലെയുള്ള ഒരു ആനയെപ്പോലെ വിചരിക്കുകയാണ് മൂർഖനായിട്ടുള്ള ഒരു കൂട്ടുകാരനോട് ഒപ്പം താമസിക്കുന്നതിലും ഭേദം. അവിടെ നിന്നുകൊണ്ട് ഈ ഗാഥ പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഉപ്പ് ഉണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിൽ പോയി. ആ സമയത്ത് ആയുഷ്മാൻ ഭഗു അവിടെ താമസിക്കുകയായിരുന്നു. ഭഗു ഭഗവാൻ ദൂരത്തിൽ നിന്ന് തന്നെ വരുന്നത് കണ്ടു. അപ്പോൾ ഉടൻ തന്നെ ഒരു ആസനം വിരിച്ചു. അതിനുശേഷം കാല് കഴുകാനുള്ള വെള്ളം അവിടെ വെച്ചു. ഭഗവാൻ വന്നതിന് ശേഷം ആ വിരിച്ച ഇരിപ്പിടത്തിലിരുന്നു. അതിനുശേഷം സ്വന്തം കാലുകൾ കഴുകി. ആയുഷ്മാൻ ഭഗു ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭിക്ഷു, താങ്കൾക്ക് ക്ഷേമമല്ലേ? എല്ലാ കാര്യവും നല്ലതുപോലെ പോകുന്നു എന്ന് കരുതുന്നു. ഭിക്ഷാന്നം ലഭിക്കുന്നതിന് താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു, ബന്ദേ, എനിക്ക് ക്ഷേമമാണ്, എല്ലാ കാര്യവും പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഭിക്ഷാന്നം ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതിനുശേഷം ഭഗവാൻ ആയുഷ്മാൻ ഭഗുവിനെ ധർമ്മകഥയാൽ പ്രേരണ കൊടുത്തു, ഉത്സാഹം കൊടുത്തു, ഉത്തേജനം കൊടുത്തു. അതിനുശേഷം ഭഗവാൻ സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം കിഴക്കുള്ള മുളയുടെ ഉദ്യാനത്തിലേക്ക് പോയി. ആ സമയത്ത് ആയുഷ്മാൻ, അനിരുദ്ധൻ, നന്ദിയ, കിംബില ഇവരെല്ലാവരും കിഴക്കുള്ള ആ ഉദ്യാനത്തിൽ താമസിക്കുകയായിരുന്നു. ഉദ്യാനപാലകൻ ഭഗവാൻ ദൂരത്തു നിന്ന് തന്നെ വരുന്നത് കണ്ടു. അതിനുശേഷം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, മഹാശ്രമണ, താങ്കൾ ഈ ഉദ്യാനത്തിൽ പ്രവേശിക്കരുത്. ഇവിടെ 3 കുലപുത്രന്മാർ താമസിക്കുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിനാൽ അവരെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ ഉദ്യാനപാലകൻ ഭഗവാനുമായിട്ടുള്ള ഈ സംഭാഷണം ആയുഷ്മാൻ അനിരുദ്ധൻ കേട്ടു. അപ്പോൾ ആ ഉദ്യാനപാലകനോട് ആയുഷ്മാൻ അനിരുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയ ദ്വാരപാലക, ഭഗവാനെ പുറത്തു നിർത്തരുത്. ആ ഭഗവാൻ ഞങ്ങളുടെ ശാസ്താവാണ്, അദ്ദേഹമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ആയുഷ്മാൻ അനിരുദ്ധൻ നന്ദിയ, കിംബില തുടങ്ങിയ കൂട്ടുകാരുടെ അടുത്ത് പോയി. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാന്മാരെ പുറത്തു വരൂ, ആയുഷ്മാന്മാരെ പുറത്തു വരൂ, നമ്മളുടെ ശാസ്താവ് ഭഗവാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധയും നന്ദിയും കിംബിളിയും ഭഗവാനെ വന്ദിക്കാനായിട്ട് പുറത്തു വന്നു. ഒരു വ്യക്തി ഭഗവാന്റെ ഭിക്ഷാപാത്രവും ചീവരവും കയ്യിലെടുത്തു. ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടുള്ള ആസനം വിരിച്ചു. മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് കാല് കഴുകാനുള്ള വെള്ളം കൊണ്ടുവരാൻ പോയി. അതിനുശേഷം ഭഗവാൻ വിരിച്ചിരിക്കുന്ന ആസനത്തിലിരുന്നു. അതിനുശേഷം തൻ്റെ കാലുകൾ കഴുകി. അപ്പോൾ ആ ആയുഷ്മാന്മാർ എല്ലാം തന്നെ ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നു. അതിനുശേഷം ഭഗവാൻ അനിരുദ്ധനോട് ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ അനിരുദ്ധ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്ഷേമം എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഭിക്ഷാന്നം ലഭിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ആയുഷ്മാൻ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല, ഞങ്ങൾക്ക് ഭിക്ഷാന്നം ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഭഗവാൻ അവരോട് പറഞ്ഞു, അനിരുദ്ധ, നിങ്ങൾ എല്ലാവരും തന്നെ ഐക്യത്തോടു കൂടിയാണ് കഴിയുന്നത് എന്ന് കരുതുന്നു. പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് കഴിയുന്നത് എന്ന് കരുതുന്നു. കലഹമില്ലാതെയാണ് കഴിയുന്നത് എന്ന് കരുതുന്നു. പാലിനെയും വെള്ളത്തെയും പോലെ ഒരുമിച്ച് ആണ് കഴിയുന്നത് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ള കണ്ണുകളാലാണ് നോക്കുന്നത് എന്ന് കരുതുന്നു. അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു, ബന്ദേ, തീർച്ചയായിട്ടും ഞങ്ങൾ താങ്കൾ പറഞ്ഞ തരത്തിൽ ഐക്യത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടി
കലഹമില്ലാതെയാണ് കഴിയുന്നത്, പാലിനെയും വെള്ളത്തിനെയും പോലെയാണ് കഴിയുന്നത്, മറ്റുള്ളവരെ സ്നേഹമുള്ള കണ്ണുകൾ കൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അനിരുദ്ധ, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കലഹമില്ലാതെ പരസ്പര ബഹുമാനത്തോടുകൂടി സ്നേഹമുള്ള കണ്ണുകളാൽ നോക്കി വിഹരിക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു, ബന്ദേ, ഈ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ കരുതുന്നു, ഞാൻ വളരെ ഭാഗ്യവാനാണ്, വളരെ ഭാഗ്യവാനാണ്. ഇതേപോലെയുള്ള ബ്രഹ്മചാരി സുഹൃത്തുക്കളുമായിട്ട് താമസിക്കാനുള്ള അവസരം വളരെ ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അകത്തും പുറത്തും ഈ ആയുഷ്മാന്മാരോട് മൈത്രിയുള്ള ശരീര, വാണി, മനോ കർമ്മങ്ങൾ കൊണ്ടാണ് പെരുമാറുന്നത്. ബന്ദേ, ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റിവെച്ചുകൂടാ? എന്നിട്ട് ഈ ആയുഷ്മാന്മാർ പറയുന്നത് അനുസരിച്ച് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? ബന്ദേ, അതാണ് ഞാൻ ചെയ്യുന്നത്. ബന്ദേ, ഞങ്ങളുടെ ശരീരം വെവ്വേറെയാണെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആയുഷ്മാൻ നന്ദിയും കിംബിലിയും ഇതുപോലെ തന്നെയാണ് ഭഗവാനോട് പറഞ്ഞത്. അവർ ഇതും കൂടി കൂട്ടിച്ചേർത്തു. ഇപ്രകാരമാണ് ബന്ദേ ഞങ്ങൾ വളരെ ഐക്യത്തോടുകൂടി കഴിയുന്നത്, പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് കഴിയുന്നത്, കലഹമില്ലാതെ കഴിയുന്നത്, വെള്ളത്തിനെയും പാലിനെയും പോലെ കഴിയുന്നത്, പരസ്പരം സ്നേഹമുള്ള കണ്ണിനാൽ നോക്കുന്നത്. സാധു സാധു അനിരുദ്ധ, വളരെ നല്ലത് അനിരുദ്ധ മിത്രങ്ങളെ. അനിരുദ്ധ, നിങ്ങൾ അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു, ബന്ദേ, ഞങ്ങൾ അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് വിഹരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ആയുഷ്മാൻ അനിരുദ്ധ, എപ്രകാരമാണ് നിങ്ങൾ ഈ തരത്തിൽ അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി വിഹരിക്കുന്നത്? അപ്പോൾ ആയുഷ്മാൻ അനിരുദ്ധൻ പറഞ്ഞു, ബന്ദേ, ഇക്കാര്യത്തിൽ ഞങ്ങളിൽ ഏതൊരു വ്യക്തി ഭിക്ഷാടനം കഴിഞ്ഞ് ആദ്യം തിരിച്ചു വരുന്നുവോ, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ശരിയാക്കുന്നു, കുടിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്നു, അതേപോലെ തന്നെ അവശിഷ്ടങ്ങളുള്ള പാത്രം വൃത്തിയാക്കുന്നു, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ ഭിക്ഷാടനം കഴിഞ്ഞ് ആര് അവസാനം വരുന്നുവോ ആ വ്യക്തി അതിനെ ഭക്ഷിക്കുന്നു, അതിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അതിനെ ഭക്ഷിക്കുന്നു, ബാക്കി വന്ന ഭിക്ഷാന്നത്തെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ആ ഭക്ഷണത്തെ പുല്ലില്ലാത്ത ഒരു സ്ഥലത്ത് അവർ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പ്രാണികളില്ലാത്ത വെള്ളത്തിൽ അവർ ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടത്തെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം അവർ ഇരിപ്പിടങ്ങളെ മാറ്റിവെക്കുന്നു, വെള്ളത്തെയും അതേപോലെ തന്നെ അവശിഷ്ടമിടുന്ന പാത്രത്തെയും മാറ്റിവെക്കുന്നു. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലം അടിച്ചു വാരുന്നു. ആരെങ്കിലും കാണുകയാണ് കഴുകാനുള്ള വെള്ളം, അതേപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം, അതേപോലെ തന്നെ ടോയ്ലറ്റിലുള്ള വെള്ളം അത് കഴിഞ്ഞു എങ്കിൽ അവർ അതിൽ വീണ്ടും വെള്ളം നിറച്ച് വയ്ക്കുന്നു. അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വിളിക്കുന്നു. പരസ്പരം സഹായിച്ചുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നു. എന്നാൽ അതുമൂലം അവർ തീർച്ചയായിട്ടും സംസാരത്തിൽ ഏർപ്പെടുന്നില്ല. അതിനുശേഷം ബന്ദേ, ഓരോ 5 ദിവസങ്ങൾ കൂടുന്ന സമയത്തും മുഴുവൻ രാത്രിയും ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നു. എന്നിട്ട് ധർമ്മകഥയെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നു. ഇപ്രകാരമാണ് ബന്ദേ ഞങ്ങൾ അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി കഴിയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാധു സാധു അനിരുദ്ധ, വളരെ നന്നായി അനിരുദ്ധ സുഹൃത്തുക്കളെ. അനിരുദ്ധ, എന്നാൽ നിങ്ങൾ ഇപ്രകാരം അപ്രമാദത്തോടുകൂടി ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനുഷ്യോത്തരമായിട്ടുള്ള ഏതെങ്കിലും ജ്ഞാനമോ ദർശനമോ ലഭിച്ചിട്ടുണ്ടോ? ആര്യന്മാർക്ക് അനുസരിച്ചിട്ടുള്ള ജ്ഞാനമോ ദർശനമോ ലഭിച്ചിട്ടുണ്ടോ? വളരെ സുഖകരമായിട്ട് ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബന്ദേ, ഞങ്ങൾ ഇപ്രകാരം അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി
ധ്യാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ലഭിക്കുന്നു. എന്നാൽ ബന്ദേ വളരെ സമയം ആകുന്നതിന് മുമ്പ് ആ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അന്തർധാനമാവുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അനിരുദ്ധ, അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അനിരുദ്ധ, സംബോധി ലഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ബോധിസത്വനായിരുന്നു. ആ സമയത്ത് ഞാൻ സംബോധിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാനും പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ധ്യാനത്തിൽ എനിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അധിക സമയം ആകുന്നതിന് മുമ്പ് ആ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഇല്ലാതായി, നഷ്ടമായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഇതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ ഹേതു? എന്തുകൊണ്ടാണ് ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായത്? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്നിൽ സംശയം അല്ലെങ്കിൽ വിചികിത്സ ഉൽപ്പന്നമായി. വിചികിത്സ അല്ലെങ്കിൽ സംശയം ഉൽപ്പന്നമായി കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി ഇല്ലാതായി, കമ്മിയായി. എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഇല്ലാതായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ വീണ്ടും വിചികിത്സ അല്ലെങ്കിൽ സംശയത്തെ ഉൽപ്പന്നമാക്കില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ടായി എന്ന് നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കണം. അതാണ് ബന്ദേ വിമലാരംസി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. 1-2 പ്രാവശ്യം ചോദിച്ചതിന് ശേഷം പിന്നെ അതിനെപ്പറ്റി മറന്നേക്കുക. അപ്പോൾ സമയമാകുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സ് തന്നെ അതിന് ഉത്തരം തരുന്നതാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ള ഉത്തരവും ആയിരിക്കും. വീണ്ടും അനിരുദ്ധ, ഞാൻ ഒട്ടും തന്നെ ആലസ്യമില്ലാതെ ഉത്സാഹത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനിച്ചപ്പോൾ വീണ്ടും എനിക്ക് പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും എന്നിൽ അപ്രത്യക്ഷമായി. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഇതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഹേതു എന്താണ്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രകാശവും അതേപോലെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായത്? അപ്പോൾ എനിക്ക് ഈ കാര്യം മനസ്സിലായി. എന്നിൽ അമനസീകാര, അതായത് ശ്രദ്ധ ഇല്ലായ്മ ഉണ്ടായി. അതുകൊണ്ടാണ് എൻ്റെ സമാധി കമ്മിയായത്. സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഇല്ലാതായി. അപ്പോൾ ഞാൻ മനസ്സിൽ നിർണയിച്ചു, എൻ്റെ മനസ്സിൽ വിചികിത്സ അല്ലെങ്കിൽ സംശയവും അതേപോലെ തന്നെ അമനസീകാര, ശ്രദ്ധയില്ലായ്മയും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. വീണ്ടും അനിരുദ്ധ, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമായി. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി. എന്നിൽ ധീനമിഥ, അതായത് മനസ്സിലും ശരീരത്തിലുമുള്ള ആലസ്യം ഉൽപ്പന്നമായി. ധീനമിഥ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കമ്മിയായി. സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ദൃഢനിശ്ചയം ചെയ്തു, എന്നിൽ വിചികിത്സ അല്ലെങ്കിൽ സംശയം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അമനസീകാര, ശ്രദ്ധയില്ലായ്മ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ ധീനമിഥ, ശരീരത്തിലും മനസ്സിലും ഉള്ള ആലസ്യം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് ഏതെല്ലാം ഉപക്ലേശങ്ങളാണ് നമ്മൾക്ക് ധ്യാനത്തിന് ബാധകമായിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വിചികിത്സ അല്ലെങ്കിൽ സംശയം ഒരു ഉപക്ലേശമാണ്. അമനസീകാര അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ ഒരു ഉപക്ലേശം ആണ്. ധീനമിത്ത, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം ഒരു ഉപക്ലേശമാണ്. ഞാൻ വീണ്ടും ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി. അപ്പോൾ ഞാൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ ചമ്പിതത്വം അല്ലെങ്കിൽ ഭയമുണ്ടായി. അതുകൊണ്ട് എൻ്റെ സമാധി കമ്മിയായി. സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എന്നിൽ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. ഉദാഹരണമായിട്ട് അനിരുദ്ധ, ഒരു വ്യക്തി ഒരു മാർഗത്തിലൂടെ നടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ കൊലയാളികൾ റോഡിൻ്റെ 2 സൈഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചാടി വീഴുന്നു.
അതുമൂലം ആ വ്യക്തിക്ക് വളരെയധികം ഭയമുണ്ടാകുന്നു. അതുപോലെ തന്നെ അനിരുദ്ധ, എന്നിൽ ഭയമുണ്ടായപ്പോൾ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, എൻ്റെ മനസ്സിൽ വിചികിച്ച, അമനസീകാര, ധീനമിത്ത, ചമ്പിദത്ത അല്ലെങ്കിൽ ഭയം, ഇവ ഒന്നും തന്നെ ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. വീണ്ടും അനിരുദ്ധ, ഞാൻ പ്രകാശിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ കാരണത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ ഉപ്പിലം, അതായത് ഒരുപാട് സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായി. അതുമൂലം എൻ്റെ സമാധി കമ്മിയായി. എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായിട്ടുള്ള ആ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. ഉദാഹരണമായിട്ട് അനിരുദ്ധ, ഒരു വ്യക്തി നിധിയിലേക്കുള്ള ഒരു കവാടം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൊടുന്നനെ ആ വ്യക്തിയുടെ മുന്നിൽ നിധിയിലേക്ക് 5 കവാടങ്ങൾ പ്രത്യക്ഷമാവുന്നു. അതുമൂലം അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് അനിരുദ്ധ, എന്നിൽ വളരെയധികം സന്തോഷമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ധ്യാനത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുകയാണെങ്കിൽ അതും ഒരു ഉപക്ലേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മനസ്സിൽ നിർണയിച്ചു, എൻ്റെ മനസ്സിൽ വിചികിച്ച ഉണ്ടാകില്ല, അമനസീകാരം ഉണ്ടാകില്ല, ധീനമിത്ത ഉണ്ടാകില്ല, ചമ്പിതത്വം അല്ലെങ്കിൽ ഭയം ഉണ്ടാകില്ല, ഉപ്പിലം അതായത് അധികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അനിരുദ്ധ, വീണ്ടും ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എന്നിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അതിൻ്റെ കാരണം ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ ദുഃഖുല്ലം അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടായി. അതുമൂലം എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രകാശവും ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ വിചികിച്ച ഉണ്ടാകില്ല, അമനസീകാര ഉണ്ടാകില്ല, ധീനമിത്ത ഉണ്ടാകുകയില്ല, ചമ്പിതത്വം ഭയം ഉണ്ടാകുകയില്ല, ഉപ്പീലം അധികമായിട്ടുള്ള സന്തോഷമുണ്ടാകില്ല, ദുഃഖുല്ലൻ അസ്വസ്ഥത ഉണ്ടാകില്ല. വീണ്ടും അനിരുദ്ധ, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമായി. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ അധികമായിട്ടുള്ള വീര്യം, അച്ചാരദ്യ വീര്യം എന്നിലുണ്ടായി. അതുമൂലം എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഇല്ലാതായി. ഉദാഹരണമായിട്ട് അനിരുദ്ധ, ഒരു വ്യക്തി ഒരു കാടപ്പക്ഷിയെ കയ്യിൽ മുറുകെ പിടിക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ആ കാടപ്പക്ഷി ആ കയ്യിലിരുന്ന് തന്നെ അത് മരിച്ചു പോകും. അതുപോലെ തന്നെ എന്നിൽ വളരെ അധികമായിട്ടുള്ള വീര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ മനസ്സിൽ വിചികിച്ച, അമനസീകാര, ധീനമിത്ത, ചമ്പിതത്വം, ഉപ്പീലം, ദുട്ടുല്ലം, അച്ചാരദ്യ വീര്യം അധികമായിട്ടുള്ള വീര്യം എന്നിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾക്ക് ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് ഉദ്ദച്ച കുക്കുച്ചം വരികയാണ്, അല്ലെങ്കിൽ അസ്വസ്ഥത വരികയാണ്. ആ സമയത്ത് നമ്മൾ വീണ്ടും കൂടുതൽ വീര്യം പ്രയോഗിക്കുകയാണെങ്കിൽ ആ അസ്വസ്ഥത കൂടുകയേ ഉള്ളൂ. അതിനാൽ നമ്മൾ അവിടെ വീര്യത്തെ കമ്മിയാക്കണം, പ്രയത്നത്തെ കമ്മിയാക്കണം, സമാധിയെ കൂട്ടണം. എങ്കിൽ മാത്രമേ ആ ഉപക്ലേശത്തെ നമ്മൾക്ക് മറികടക്കാൻ സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ വീര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ആലസ്യം നമ്മൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ വീര്യത്തെ കൂട്ടുകയാണ് വേണ്ടത്. പല ധ്യാന ഗുരുക്കന്മാരും ഇരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങുന്നത് കാണാം. പക്ഷേ ഇതൊരു ഉപക്ലേശമാണ് എന്ന് അവർ ഒരിക്കലും മനസ്സിലാകുന്നില്ല, അതിന് മാറ്റാനും അവർ ശ്രമിക്കുന്നില്ല. അതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ആ സമയത്ത് നമ്മളുടെ വീര്യം കൂട്ടുകയാണ് അതിനെ മറികടക്കാനുള്ള വിദ്യ. വീണ്ടും അനിരുദ്ധ, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എന്നിൽ പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അതിൻ്റെ കാരണത്തെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നിൽ അതിലീന വീര്യം, അതായത് എൻ്റെ വീര്യം കമ്മിയായി. അതുമൂലം എൻ്റെ സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. ഉദാഹരണമായിട്ട് അനിരുദ്ധ, ഒരു വ്യക്തി ഒരു കാടപ്പക്ഷിയെ തൻ്റെ കയ്യിൽ വളരെ
ലൂസായിട്ട് പിടിക്കുകയാണെങ്കിൽ ആ കാടപ്പക്ഷി ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പറന്നു പോകും. അതുപോലെ തന്നെ അനിരുദ്ധ, വീര്യം കമ്മിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കമ്മിയായി. സമാധി കമ്മിയായപ്പോൾ മനസ്സിലുള്ള പ്രകാശവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അതിനാൽ ഞാൻ എൻ്റെ ഉള്ളിൽ വിചികിത്സ, അമനസികാര, ധീനമിത്ത, ചമ്പിതത്വം, ഉപ്പീലം, ദുട്ടുല്ലം, അച്ചാരദ് വീര്യം, അതിലീന വീര്യം ഇതൊന്നും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അനിരുദ്ധ, വീണ്ടും ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൽ അഭിജ്ഞ ഉൽപ്പന്നമായി. അഭിജ്ഞ എന്ന് പറയുന്ന സമയത്ത് ആസക്തി, രാഗം, അതെല്ലാം അർത്ഥം എൻ്റെ ആക്കണം എന്നുള്ള ആഗ്രഹം, അതിനെയാണ് അഭിജ്ഞ എന്ന് പറയുന്നത്. അഭിജ്ഞ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സമാധി കമ്മിയായി. സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ ആ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മനസ്സിൽ സംശയം, അതേപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ, ധീനമിഥ അല്ലെങ്കിൽ ആലസ്യം, ചമ്പിതത്വം അല്ലെങ്കിൽ ഭയം, ഉപ്പീലം അല്ലെങ്കിൽ അതിയായിട്ടുള്ള സന്തോഷം, ദുട്ടുല്ലം അല്ലെങ്കിൽ അസ്വസ്ഥത, അച്ചാരദ് വീര്യം കൂടുതലായിട്ടുള്ള വീര്യം, അതിലീന വീര്യം കമ്മിയായിട്ടുള്ള വീര്യം, അതേപോലെ തന്നെ അഭിജ്ഞ അല്ലെങ്കിൽ ആസക്തി, ഇവ എൻ്റെ മനസ്സിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. വീണ്ടും അനിരുദ്ധ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും ഉൽപ്പന്നമായി. കുറേ കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ കാരണത്തെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നാനത്വ സന്യ അത് എൻ്റെ മനസ്സിൽ ഉൽപ്പന്നമായി. നാനാത്വ സന്യ, അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഒരു സംഖ്യ മാത്രമാണ്, അതായത് അനിച്ഛ സംഖ്യ അല്ലെങ്കിൽ അനത്ത സംഖ്യ, അത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ 5 ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള നാനാത്വ സന്യ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ അതുമൂലം നമ്മുടെ സമാധി വളരെ കമ്മിയാവും. സമാധി കമ്മിയാവുന്ന സമയത്ത് ആ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അമനസികാര, ശ്രദ്ധയില്ലായ്മ, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, അതേപോലെ തന്നെ ഭയം, അധികമായിട്ടുള്ള സന്തോഷം, അസ്വസ്ഥത, അധികമായിട്ടുള്ള വീര്യം, കമ്മിയായിട്ടുള്ള വീര്യം, അഭിജ്ഞ അല്ലെങ്കിൽ ആസക്തി, നനത്ത സന്യ, പലതരത്തിലുള്ള സംഖ്യ എൻ്റെ മനസ്സിലുണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. വീണ്ടും വളരെ പരിശ്രമത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വീണ്ടും വെളിച്ചവും അതേപോലെ തന്നെ രൂപത്തിൻ്റെ ദർശനവും ഉണ്ടായി. എന്നാൽ അധികം കഴിയുന്നതിന് മുമ്പ് ആ വെളിച്ചവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്താണ് ഇതിൻ്റെ കാരണം, എന്താണ് ഇതിൻ്റെ ഹേതു, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായത്? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതിനിജായിതത്വം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഏകാഗ്രത, അതായത് മനസ്സിലുണ്ടായിട്ടുള്ള രൂപത്തിൽ അതിയായിട്ടുള്ള ഏകാഗ്രത എൻ്റെ മനസ്സിൽ ഉണ്ടായി. അതുമൂലം എൻ്റെ സമാധി കമ്മിയായി. സമാധി കമ്മിയായി കഴിഞ്ഞപ്പോൾ പ്രകാശവും രൂപത്തിൻ്റെ ദർശനവും അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ സംശയമുണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അമനസികാര, ധീനമിത്ത, ചമ്പിതത്വം, ഉപ്പീലം, ദുട്ടുല്ലം, അച്ചാരദ് വീര്യം, അതിലീന വീര്യം, അഭിജ്ഞ, നാനത്വ സന്യ, അതിനിജായിതത്വം അല്ലെങ്കിൽ അതിയായ ഏകാഗ്രത എൻ്റെ മനസ്സിലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ രൂപങ്ങൾ വരികയാണെങ്കിൽ, രൂപത്തിൻ്റെ ദർശനം ഉണ്ടാകുകയാണെങ്കിൽ, അതിൽ കൂടുതൽ നമ്മൾ ഏകാഗ്രത കൊടുക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യമുണ്ടാകുക. ആ സമയത്ത് നമ്മുടെ സമാധി കമ്മിയാവും. അതാണ് പറയുന്നത്. അപ്പോൾ അനിരുദ്ധ, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി. വിചികിച്ച ചിത്തസ്യ ഉപക്ലേശ. വിചികിച്ച അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത് ചിത്തത്തിൻ്റെ ഒരു ഉപക്ലേശം ആണ്. ഇതി വിദിത്വ വിചികിച്ഛം ചിത്തസ്യ ഉപക്ലേശം പജഹിം. ഇത് മനസ്സിലായിക്കൊണ്ട് വിചികിച്ച എന്ന് പറയുന്ന ചിത്തത്തിൻ്റെ ഉപക്ലേശത്തെ പജഹിം ഉപേക്ഷിച്ചു. ഈ വാക്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഉപക്ലേശം എന്ന് പറയുന്നത് മനസ്സിന് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, നീവരണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും അതിനെ ദർശനം ചെയ്യരുത്. യഥാഭൂത ജ്ഞാന ദർശനം ഒരിക്കലും അതിന് ചെയ്യരുത്. അത് കണ്ട ഉടനെ തന്നെ അതിനെ ഉപേക്ഷിച്ചു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും അതിനെ നമ്മൾ നോക്കരുത്. അതായത് സംശയമുണ്ടായി, അപ്പോൾ എൻ്റെ മനസ്സിൽ സംശയമുണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ആ സംശയത്തെ ഉപേക്ഷിക്കണം. അതിനാണ് ബന്ദേ വിമലാരംസ് റിലീസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ധ്യാനത്തിൽ മുന്നേറുകയില്ല.
പല ധ്യാനഗുരുക്കന്മാരും ധ്യാനിക്കുന്ന സമയത്ത് ഉറങ്ങാറുണ്ട്. അവർ അതൊരു ഉപക്ലേശം ആണ് എന്ന് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. അത് കാരണം അവരുടെ ആ ഉപക്ലേശം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്, അവരുടെ ജ്ഞാനദർശനം കമ്മിയാകുകയാണ് ചെയ്യുന്നത്. അതിനാൽ പജഹം, ഈ കാര്യത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപക്ലേശ ഉണ്ടായ ഉടനെ അതിനെ നോക്കരുത്, അതിനെ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. അതേപോലെ തന്നെ അമനസികാര, ശ്രദ്ധയില്ലായ്മ, തീനമിത്തം, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, ചമ്പിതത്വം, ഭയം, ഉപ്പീലം, അധികമായിട്ടുള്ള സന്തോഷം, ദുട്ടുല്ലം, അധികമായിട്ടുള്ള അസ്വസ്ഥത, അച്ചാരദ്യവീര്യം, അധികമായിട്ടുള്ള വീര്യം, അതിലീന വീര്യം, കമ്മിയായിട്ടുള്ള വീര്യം, അഭിജ്ഞ, ആസക്തി, നാനാത്ത സഞ്ജ, അതിനിജ്ജായിതത്വം, അധികമായിട്ടുള്ള ഏകാഗ്രത, ഇതെല്ലാം ചിത്തത്തിൻ്റെ ഉപക്ലേശമാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിനെ ഉപേക്ഷിച്ചു. അനിരുദ്ധ, വീണ്ടും ഞാൻ ദൃഢനിശ്ചയത്തോടുകൂടി അപ്രമാദത്തോടുകൂടി ആലസ്യമില്ലാതെ ധ്യാനിക്കുന്ന സമയത്ത് എനിക്ക് പ്രകാശത്തെ കാണാൻ സാധിച്ചു. എന്നാൽ എനിക്ക് രൂപത്തെ കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ എനിക്ക് രൂപത്തെ കാണാൻ സാധിക്കും, പക്ഷേ പ്രകാശത്തെ കാണാൻ സാധിച്ചില്ല. ഈ കാര്യം ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ പോയി, ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ തന്നെ പോയി, ഒരു രാത്രിയും പകലും ഇങ്ങനെ തന്നെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിൻ്റെ ഹേതു എന്താണ്, ഇതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ഏതൊരു സമയത്ത് രൂപനിമിത്തത്തെ ശ്രദ്ധിക്കുന്നില്ലയോ, പ്രകാശത്തിൻ്റെ നിമിത്തത്തെ മാത്രം ശ്രദ്ധിക്കുന്നുവോ, ഒഭാസ നിമിത്തം, ആ സമയത്ത് എനിക്ക് പ്രകാശത്തെ കാണാൻ സാധിക്കുന്നു, പക്ഷേ രൂപത്തെ കാണാൻ സാധിക്കുന്നില്ല. അതായത് മനസ്സിലുണ്ടാകുന്ന രൂപത്തെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് പ്രകാശത്തെ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളിൽ പ്രകാശം കാണുന്നു, പക്ഷേ രൂപത്തെ കാണുന്നില്ല. എന്നാൽ നമ്മൾ പ്രകാശത്തിൽ ആ നിമിത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ രൂപത്തിൻ്റെ നിമിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾക്ക് രൂപത്തിൻ്റെ നിമിത്തത്തെ കാണാൻ സാധിക്കും, പ്രകാശത്തെ കാണാൻ സാധിക്കില്ല. അതായത് നമ്മൾ ഏതിനെ ശ്രദ്ധിക്കുന്നുവോ അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ഒരു മുഴുവൻ രാത്രിയും പോയി, ഒരു മുഴുവൻ ദിവസവും പ്രകാരം സംഭവിച്ചു, ഒരു മുഴുവൻ രാത്രിയും ദിവസവും പ്രകാരം സംഭവിച്ചു. വളരെ അപ്രമാദത്തോടുകൂടി, ആലസ്യമില്ലാതെ, ശുഷ്കാന്തിയോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി ധ്യാനിക്കുന്ന സമയത്ത് എന്നിൽ പരിമിതമായിട്ടുള്ള പ്രകാശവും പരിമിതമായിട്ടുള്ള രൂപവും ഉണ്ടായി. അതിനെ മാത്രമേ എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പരിമിതമില്ലാത്ത പ്രകാശവും പരിമിതമില്ലാത്ത രൂപവും ഉണ്ടായി, അതിനെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഒരു മുഴുവൻ രാത്രിയും മുഴുവൻ ദിവസവും മുഴുവൻ രാത്രിയും ദിവസവും ഇപ്രകാരം തന്നെ പോയി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ ഹേതു എന്താണ്? അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എൻ്റെ സമാധി സീമിതമാകുന്ന സമയത്ത് എൻ്റെ ചക്ഷുവും സീമിതമാവുന്നു. ചക്ഷു എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാണ്, അല്ലാതെ നമ്മുടെ സാധാരണ കണ്ണല്ല. മനസ്സിൻ്റെ കണ്ണ് അതും ക്ഷീണമാകുന്നു. അപ്പോൾ മനസ്സ് ക്ഷീണമാകുന്ന സമയത്ത്, മനസ്സിൻ്റെ ചക്ഷു ക്ഷീണമാകുന്ന സമയത്ത് എനിക്ക് പരിമിതമായിട്ടുള്ള പ്രകാശവും അതേപോലെ തന്നെ പരിമിതമായിട്ടുള്ള രൂപവും മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ സമാധി അസീമമാകുന്ന സമയത്ത്, ആ സമയത്ത് എൻ്റെ ചക്ഷുവും അസീമിതമാകും. അങ്ങനെ അസീമിതമായിട്ടുള്ള ആ ചക്ഷുവാൽ എനിക്ക് അസീമിതമായിട്ടുള്ള പ്രകാശവും അസീമിതമായിട്ടുള്ള രൂപവും ദർശിക്കാൻ സാധിക്കും. ഈ കാര്യം ഒരു രാത്രി മുഴുവൻ, ഒരു ദിവസം മുഴുവൻ, ഒരു രാത്രിയും പകലും മുഴുവൻ ഇപ്രകാരം തന്നെ പോകുന്നു. അതിനാൽ അനിരുദ്ധ, വിചികിത്സ ചിത്തത്തിൻ്റെ ഉപക്ലേശമാണ് എന്നെനിക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിചികിത്സ അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന ചിത്തത്തിൻ്റെ ഉപക്ലേശം, പഹീനോ, അതിനെ ഞാൻ പരിപൂർണമായിട്ടും നീക്കം ചെയ്തു. അതേപോലെ തന്നെയാണ് അമനസികാര, ശ്രദ്ധയില്ലായ്മ, ധീനമിത്ത, ശരീരത്തിലും മനസ്സിലുമുള്ള ആലസ്യം, ചമ്പിതത്വ, ഭയം, ഉപ്പീലം, അധികമായിട്ടുള്ള സന്തോഷം, ദുട്ടുല്ലം, അസ്വസ്ഥത, ആ അച്ചാരദ്ധ വീര്യം, അധികമായിട്ടുള്ള വീര്യം, അതിലീനി വീര്യം, കമ്മിയായിട്ടുള്ള വീര്യം, അഭിജ്ഞ അല്ലെങ്കിൽ ആസക്തി, നാനത്വ സഞ്ജ, അതിനിജ്ജായിതത്വം, അധികമായിട്ടുള്ള ഏകാഗ്രത, ഇതെല്ലാം ചിത്തത്തിൻ്റെ ഉപക്ലേശമാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അവയെല്ലാം തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിത്തത്തിൻ്റെ ഉപക്ലേശങ്ങളെ എല്ലാം ഇല്ലാതാക്കി, അതിനെ ഉപേക്ഷിച്ചു. ഇനി ഞാൻ എൻ്റെ സമാധിയെ 3 തരത്തിൽ വർദ്ധിപ്പിക്കും.
സോകോ അഹം അനിരുദ്ധ സവിതക്കംബി സവിചാരംബി സമാധിം ഭാവേസിം. ഞാൻ സവിതക്ക സവിചാര സമാധി ഞാൻ ഭാവന ചെയ്തു. അവിതക്കംബി വിചാരമത്തം സമാധിം ഭാവേസിം. വിതർക്കമില്ലാതെ വിചാരം കൊണ്ട് മാത്രം ഞാൻ സമാധിയെ ഭാവന ചെയ്തു. അവിതക്കംബി അവിചാരം സമാധിം ഭാവേസിം. അവിതർക്ക് അവിചാര് ആ സമാധി ഞാൻ ഭാവന ചെയ്തു. അതായത് ഇതുവരെ പറഞ്ഞത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ധ്യാനമാണ്. സപ്പീതികംബി സമാധിം ഭാവേസിം. പ്രീതി മൂലമുള്ള സമാധിയെ ഞാൻ ഭാവന ചെയ്തു. അതായത് മൂന്നാമത്തെ ധ്യാനം. നിപ്പീതകംബി സമാധിം ഭാവേസിം. പ്രീതിയില്ലാത്ത സമാധിയെ ഞാൻ ഭാവന ചെയ്തു. മൂന്നാമത്തെ ധ്യാനം ഇപ്പോൾ കഴിഞ്ഞു. സാധ സഹഗതംബി സമാധിം ഭാവേസിം. സുഖത്തോടു കൂടിയിട്ടുള്ള സമാധിയെ ഞാൻ ഭാവന ചെയ്തു. ഉപേക്ഷ സഹഗതംബി സമാധിം ഭാവേസിം. ഉപേക്ഷയോടുള്ള സമാധിയെ ഞാൻ ഭാവന ചെയ്തു. അതായത് ഞാൻ 4 ധ്യാനത്തെയും ഭാവന ചെയ്തു. അനിരുദ്ധ, ഞാൻ ഈ 3 പ്രകാരത്തിൽ സമാധി ഭാവന ചെയ്തപ്പോൾ എന്നിൽ ജ്ഞാനവും ദർശനവും ഉൽപ്പന്നമായി. അതായത് എനിക്ക് നിർവ്വാണം ലഭിച്ചു. അകുപ്പ മേ ചെയ്തോ വിമുക്തി. എൻ്റെ മനസ്സിൻ്റെ വിമുക്തി അകുപ്പ അല്ലെങ്കിൽ ഇളകാത്തതാണ്. അയമന്തിമ ജാതി. ഇത് എൻ്റെ അന്തിമമായിട്ടുള്ള ജന്മമാണ്. നത്തിദാനി പുനഃഭവോതി. ഇനി എനിക്ക് ഒരു ഭവത്തിലും പുനർജന്മം ഉണ്ടാകില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അനിരുദ്ധൻ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ തൃപ്തനായി, വളരെ സന്തുഷ്ടനായി. ഉപക്ലേശ സുത്തം നിഷ്ഠിതം. മനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഉപക്ലേശങ്ങളെ പറ്റി ഈ സുത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉപക്ലേശമാണ് എന്നറിഞ്ഞതുകൊണ്ട് നമ്മളിതിനെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം. അപ്പോഴാണ് നമ്മുടെ ധ്യാനം പുരോഗമിക്കുകയുള്ളൂ. ഉപക്ലേശം മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ധ്യാനത്തിലെത്താൻ സാധിക്കുള്ളൂ. ധ്യാനത്തിലെത്താതെ ഒരിക്കലും നമ്മൾക്ക് നിബ്ബാണം ലഭിക്കുകയില്ല. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.